അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഡെലിവറി വ്ളോഗ് എവിടെയെന്ന് ചോദിച്ചാൽ ഒരു ഡെലിവറി വ്ളോഗാണ് കേട്ടോ. വ്ളോഗൊന്നും ഇടാൻ പറ്റിയിരുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ വണ്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചു. ഇതിൻ്റെ മൂത്ത മോളാണ് കേട്ടോ. അവൾ ഓരോന്ന് പറയുന്നു, വണ്ടിയിൽ ഫ്രണ്ടിലാണോ എവിടെയാണ് ഇരിക്കണമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ എത്തി കേട്ടോ. ഇനി കാറ് പാർക്കൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് ഡോക്ടറെ ഒന്ന് കാണണം, എന്നിട്ടാണ് അഡ്മിറ്റ് ആവുക. ഇന്ന് തന്നെയാണ് സിസേറിയൻ ഉള്ളത് കേട്ടോ. ഞങ്ങളിപ്പോൾ രാവിലെ ഒരു 8-9 മണി ആ ടൈമിലാണ് അഡ്മിറ്റ് ആവാൻ വരുന്നത്. അങ്ങനെ കാർ പാർക്കിങ് കഴിഞ്ഞ് ഇനി ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോവുകയാണ്. ഡോക്ടർ റൂമിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഡോക്ടറെ കുട്ടിക്കുറുമ്പനാണ് കേട്ടോ. ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇതാണ് കേട്ടോ എൻ്റെ ഡോക്ടർ, മേഘന ഡോക്ടർ. സൂപ്പർ ഡോക്ടറാണ്. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഡോക്ടറാണ് കേട്ടോ. നമ്മളെല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറാണ്. എന്താ പറയുക, ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഡോക്ടറോട് സംസാരിച്ചാൽ തന്നെ പകുതി നമ്മൾ ഓക്കെ ആവും കേട്ടോ. നമുക്ക് ഇനി എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും ചിരിച്ച് കളിച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരു ഡോക്ടറാണ് കേട്ടോ. നമ്മുടെ മൈൻഡ് കൂളാക്കി തരും. അങ്ങനെ സിസേറിയനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തുന്നുണ്ടോ ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡോക്ടർ ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1 മണി 1:30 ആ ടൈമിലൊക്കെ ആകുമ്പോൾ സിസേറിയൻ ചെയ്യാമെന്നുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ലാബ് റൂമിൽ ചെല്ലാൻ പറഞ്ഞു. ഗോൾഡും കാര്യങ്ങളൊക്കെ ഊരിയാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഊരിയായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മ എൻ്റെ താത്തയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലാബ് റൂമിൻ്റെ ഉള്ളിലായിരുന്നു. അവരവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അതിന് ശേഷം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഓപ്പറേഷൻ തിയേറ്ററിൽ പോവുകയാണ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ കുറച്ച് നേരം കരഞ്ഞൊക്കെ ചെയ്തു. എന്താണെന്നറിയില്ല, നമ്മൾ സർജറിക്ക് പോവല്ലേ, അപ്പം അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും. അങ്ങനെ എല്ലാവരോടും പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണ രംഗമാണ് കേട്ടത്. അങ്ങനെ പിന്നെ ബേബിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ബേബിനെ കൊണ്ടുവന്ന മൊമെൻ്റാണ് കേട്ടത്. ഉമ്മയാണ് വാങ്ങുന്നത്. അതിന് ശേഷം ഉമ്മ ഇക്കടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ബേബിയുടെ ചെവിയിലേക്ക് ബാങ്ക് നിൽക്കാമത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ബേബിനെ ലാബ് റൂമിൽ തന്നെ കൊടുത്തു തരും കേട്ടോ.
അങ്ങനെ പിന്നെ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുന്ന എൻ്റെ അവസ്ഥയാണിത്. സിസേറിയൻ കഴിഞ്ഞിട്ട് ആകെ വരച്ച്. സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ഡെലിവറിക്ക് എനിക്ക് ഇതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര വിറയലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ മോളെ ഡെലിവറിക്കും നല്ല വിറയലുണ്ടായിരുന്നു. അങ്ങനെ പെയിനൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും പറയാതാക്കാനുള്ളൊരു അവസ്ഥയിലല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമൊക്കെ വന്ന്, ഞങ്ങളുടെ റൂമാണ് കേട്ടത്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജാസ്മി, അവളെ ഹസ്ബൻഡും വന്നിരുന്നു കാണാൻ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കണതും ഒക്കെ ഇരുന്ന്. അപ്പോൾ അവർ വേദന ഉണ്ടോ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചറിയായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ നല്ല സുഖമല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരണമൊക്കെ കൊടുക്കായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്, അവളെ ഹസ്ബൻഡാണ്. അവിടുന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഡെലിവറി വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.